രാമപദത്തിലേക്കുള്ള വഴി കാണിച്ചു തരുന്ന മന്ത്രമാണ്. അതുകൊണ്ട് ഏറ്റവും അവസാനം ആ കാശി നിവാസികൾ അവരുടെ അന്ത്യയാത്രയിൽ മുഴുവൻ കാശിയിൽ മുഴുവൻ, കാശിക്ക് മഹാശ്മശാനം എന്നുള്ള ഒരു പേര് കൂടിയുണ്ട്. പൂർണ്ണമായ മോക്ഷപദത്തിലേക്കുള്ള യാത്രയുടെ ഒരു സ്ഥലം കൂടിയാണ് കാശി. അതുകൊണ്ട് ആ ലയം, പ്രകൃതിയുമായിട്ടുള്ള ഒരു ലയത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, അത് ചുറ്റുമുള്ള തലമുറ ഓർമ്മിപ്പിക്കുന്നതാണ്. ആ ഓർമ്മിപ്പിക്കുന്നത് രാമനാമ സത്യഹേ എന്നാണ്. ഈ ഒരു ഓർമ്മ വളരെ ഒരു കുട്ടിയുടെ വികാസ പരിണാമങ്ങൾ തൊട്ടും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയോ വഴിതെറ്റിപ്പോയ കൃഷ്ണായനെ വാൽമീകി എന്ന മഹാഋഷിയാക്കുന്ന മാർഗം തൊട്ട് സാമൂഹിക സംവിധാനത്തിൽ ധർമ്മരാജ്യമെന്ന രാമരാജ്യമായിക്കൊണ്ട് അവനവന്റെ ആന്തരികമായ ലോകത്തേക്ക് ബോധസ്വരൂപനായ നമ്മുടെ പരമാത്മാവിനെ സാക്ഷാത്കരിക്കാനുള്ള മാർഗമായി അവസാനം പ്രകൃതിയുമായിട്ടുള്ള ലയത്തിൽ മോക്ഷപദത്തിലേക്കുള്ള യാത്രയിൽ ആ ബോധസ്വരൂപൻ മാത്രമാണ് സത്യമായിട്ടുള്ളത് എന്നുള്ളൊരു തിരിച്ചറിവായി. ഇതിലേക്കൊക്കെ നമ്മെ കൊണ്ടുപോകാനാണ് അപ്പാജിയെ പോലുള്ള മഹാഋഷീശ്വരന്മാരും ആ രാമജപത്തെ നമ്മുടെ എല്ലാവരുടെയും ആന്തരികതയെ ഉണർത്തുന്നതിനുള്ള ഒരു മാർഗമായിട്ട് ഉപയോഗിച്ചത്. ഇന്നും ആ ഒരു പരമ്പര അനുസ്യൂതം ഭാരതത്തിലെ പല ഋഷീശ്വരന്മാരുടെയും തപോഭൂമികളിൽ തുടർന്നു വരുന്നു. അങ്ങനെ ആ ഒരു തുടർച്ച നമ്മുടെ കേരളത്തിൽ ഇടമുറയാൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ പുണ്യഭൂമിയിൽ ഈ സമയത്ത് സ്വാമിജി കുറച്ചു നേരത്തെ പറഞ്ഞു, ഇവിടെ മലയാളം അത്ര പരിചിതമല്ലാത്ത ഒരുപാട് പേരുണ്ട്, ഇംഗ്ലീഷ് കൂടി സംസാരിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇംഗ്ലീഷ് ഇത്തിരി മോശമാണ്, എന്നാലും സംസാരിക്കുന്നതും അത്ര ബുദ്ധിമുട്ടല്ല. ഹിന്ദിയും നമ്മൾ വാരണാസിയിലായതുകൊണ്ട്, പക്ഷെ മലയാളത്തിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്നുള്ളത് കൊണ്ട് മറ്റുള്ള ഭാഷകളിലേക്ക് ഒരു ശീലിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് എന്തോ ഭാഷകൾ അങ്ങനെ അതിലേക്ക് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ പൂർണ്ണമായിട്ടും മലയാളത്തിലായി. അറിയാത്ത ആളുകളെങ്കിലും ഒരു ഭാഷയും അറിയാത്ത സ്ഥലത്ത് പോലും ആ ഒരു സന്ദേശം പകരുന്ന ഒന്നാണ് രാമമന്ത്രം. അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടിന് എല്ലാവരും ക്ഷമിക്കുക. ഈ രാമനാമത്തിൻ്റെ ചിറകിലേറി നമ്മുടെ ആന്തരിക സത്തയെ സാക്ഷാത്കരിച്ചുകൊണ്ട് പരമപദത്തിലേക്ക് ഉള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ചുവടുവെപ്പിലും ഗുരുപരമ്പരയും ഭഗവാൻ ശ്രീരാമനും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിലെ പുരാതനമായ നാഗാ സന്യാസി പരമ്പരയുടെ എല്ലാ ആശീസ്സുകളും ഈ പുണ്യദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ അർപ്പിക്കുന്നു. ഗുരുനാഥൻ്റെ പാദചരണങ്ങളിൽ നമസ്കരിക്കുന്നു. ഓം ശാന്തി.